രേഖ രതീഷ് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഇപ്പോൾ പുതിയ ഒരു പരാമർശവുമായി ഇവർ വന്നിരിക്കുകയാണ്. ഒരു കൂട്ടം യൂട്യൂബേഴ്സ് തൻ്റെ ജീവിതത്തിനെ തന്നെ മാനസികമായി തകർക്കുന്ന രീതിയിൽ വീഡിയോസ് ഇടുകയും തെറ്റായ തംബ്നെയിൽ കൊടുത്ത് ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി. രേഖ രതീഷ് എന്ന വ്യക്തിയോട് ആർക്കും പേഴ്സണലായിട്ട്, അല്ലെങ്കിൽ അവരെ ആർക്കും പേഴ്സണലായിട്ട് അറിയില്ല. അവരോട് ആർക്കും ശത്രുതയുമില്ല, ദേഷ്യവുമില്ല. പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈ യൂട്യൂബേഴ്സിന് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ പരസ്യമാക്കിയതാണ്. ഈ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ തന്നെ പരസ്യമാക്കിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്, അല്ലേ? നിങ്ങൾ മുമ്പ് വേറൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ കാര്യം എല്ലാവർക്കും അറിയാം. അത് പരസ്യമായതാണ്. അതൊരു പ്രോഗ്രാമായിരുന്നു, അല്ലെ? കഥയില്ലാത്ത ജീവിതം എന്നുള്ള പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ കൂടി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെയാണ് തുറന്നു കാണിച്ചത്, അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ ആരും എത്തി നോക്കാൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ പ്രൈവസി ലൈഫിലുള്ള കാര്യങ്ങൾ അത് മറ്റൊരാൾ അറിയരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുക. അത്രയെങ്കിലും മാന്യത കാണിക്കുക. എല്ലാം നിങ്ങൾ തുറന്നു പറഞ്ഞ് നിങ്ങളുടെ ഓരോ അഭിമുഖത്തിലും നിങ്ങളുടെ ഓരോ റിയാലിറ്റി ഷോയിലും ഓരോ കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയും അതിന്മേൽ ഒരു പരാതി കൊടുക്കുകയും ചെയ്യുന്നത് എത്ര ഒരു ലോജിക്കായിട്ട് തോന്നുന്നില്ല. നമ്മളിപ്പോഴുള്ള സാധാരണക്കാരായാലും സെലിബ്രിറ്റികളായാലും ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. അതായത് നമ്മുടെ ലൈഫിലുള്ള പ്രൈവസി ആയിട്ട് മറ്റുള്ളവർ അറിയരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാതിരിക്കുക. അത് വളരെയധികം വിപത്താണ്. അത് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും. പല ഉദാഹരണങ്ങളും നമ്മുടെ മുൻപിലുണ്ടല്ലേ. ഇപ്പോൾ ഇത് രേഖ രതീഷിൻ്റെ കാര്യമാണ്. അതുതന്നെ ഈ ഇടയ്ക്ക് മറ്റൊരു കോൺട്രവേഴ്സിയായ ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി അറയ്ക്കൽ. എല്ലാവർക്കും അറിയാമല്ലോ ശ്രീലക്ഷ്മി അറയ്ക്കൽ. അവരിതുപോലെ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, അല്ലേ? തൻ്റെ അച്ഛൻ്റെ കാര്യവും തൻ്റെ ലൈഫിലുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അതും തൻ്റെ പ്രൈവസി ആയിട്ടുള്ള തന്നെ അത്രത്തോളം അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അത് പറയുമ്പോൾ തന്നെ ശ്രീലക്ഷ്മി അറയ്ക്കലിന് അറിയാമായിരുന്നു. എന്നിട്ടും അത് പറഞ്ഞു. അത് പിന്നീട് വളരെയധികം കോൺട്രവേഴ്സി ഉണ്ടാക്കുകയും ശ്രീലക്ഷ്മി തന്നെ വേറൊരു അഭിമുഖത്തിൽ അത് കരഞ്ഞു പറയുകയും ചെയ്തു. പിന്നീട് ഇരുന്ന് നമ്മൾ സോഷ്യൽ മീഡിയയാണ്, പിന്നീട് വന്നിരുന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന സമയത്ത് ചിന്തിച്ചിട്ടായിരിക്കണം ഒരു കാര്യം പറയേണ്ടത്. അത് എത്രത്തോളം നമ്മുടെ ലൈഫിനെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും ബാധിക്കും എന്നുകൂടി ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. പറഞ്ഞ കാര്യം പിന്നീട് നമുക്ക് മാറ്റിമറിക്കാനോ പിന്നെ തിരുത്താനോ നമുക്ക് സാധിക്കില്ല. അത് നമ്മുടെ ലൈഫിൽ അത്രത്തോളം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പറയാതിരിക്കുന്നതാണ് ഉചിതം. നന്മകൾ ചെയ്യുമ്പോൾ അത് തിന്മയായി മാറാറുണ്ട്, അല്ലേ? കാരണം പറയുകയാണെങ്കിൽ ഈ വിചാരിതമായി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയൊരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു ആ കുഞ്ഞിൻ്റെ പേരൻസ്. ഇത്രയും നന്മകൾ ചെയ്തിട്ടും ആ കുഞ്ഞിൻ്റെ പാരൻസിനെതിരെയും ധാരാളം ആരോപണങ്ങൾ വന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നന്മ പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയ വഴി തിന്മയായി മാറുന്ന കാലമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രൈവസി കാര്യങ്ങൾ, നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി വന്ന് തുറന്ന് പറയാതിരിക്കുക. അത്രയെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക, അല്ലേ? പറയുന്നത് നമ്മുടെ വീടുകളിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ നമ്മുടെ ചുറ്റിലോ ഒന്നുമല്ല, സോഷ്യൽ മീഡിയയിലാണ്. ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് പലതരത്തിലാണ്. നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഓരോ പരാമർശങ്ങളും ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് അത്രയും സേഫ്റ്റി ആയിട്ട് നമ്മൾ ചെയ്യുക. ബി കെയർഫുൾ. താങ്ക് യു.